ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ റീസെൻ്റായി റിലീസായ അർജുൻ മൂവിയായ സീതാ പയനം എന്ന മൂവിയുടെ കഥയാണ്. അമ്മ മരിച്ചതിനു ശേഷം അച്ഛനോടൊപ്പമുള്ള സീത, അവളെ കാത്തിരുന്ന മരണം, ആ മരണത്തിൽ നിന്നും അവളെ രക്ഷിച്ച ആ ആളുകൾ, അവരെ തേടിയുള്ള അവളുടെ യാത്ര, ആ യാത്രയിൽ അവൾക്ക് നേരിടേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും, അവൾ എങ്ങനെയാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും അവളോടൊപ്പമുണ്ടായിരുന്ന ആ സ്ട്രേഞ്ചർ ആരായിരുന്നെന്നും കാണാൻ ഈ മൂവിയുടെ കഥ മുഴുവനായും കേൾക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ സീതയും അവളുടെ അച്ഛനും വളരെ സാഡായി കാറിൽ മധുരയിലുള്ള അവരുടെ ഫാം ഹൗസിലേക്ക് പോകുന്നു. അവരുടെ ജീവിതത്തിൽ എന്തോ വലിയ ട്രാജഡി സംഭവിച്ചിട്ടുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുക. സീത ഒരു ഫേമസ് ചെഫാണ്. അവളൊരു കല്യാണം കഴിച്ചു കാണാൻ അവളുടെ അച്ഛന് വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും മാരേജിനോട് സീതയ്ക്ക് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. സീതയുടെ ഫാദർ അവരുടെ ഒരു ഫാമിലി ഫ്രണ്ടിനോട് സംസാരിച്ച് അയാളെ കൊണ്ട് പോലും സീതയുടെ വിവാഹകാര്യം പറയുമ്പോൾ സീത അത് കേൾക്കാൻ പോലും തയ്യാറായിരുന്നില്ല. തന്റെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകാനായിരുന്നു അവളുടെ പ്ലാൻ. മധുരയിൽ ഒരു ഫേമസ് ചെഫ് വരുന്നതറിഞ്ഞ് സീതയും അവിടേക്ക് പോകാൻ തയ്യാറെടുക്കും. സീത മധുരയിലേക്ക് പോകുന്ന കാര്യം അവളുടെ അച്ഛൻ ആരോടോ വിളിച്ചറിയിക്കുന്നുണ്ട്. ഒരുപാട് ദൂരമുണ്ട്, തനിച്ച് പോകേണ്ടെന്ന് അച്ഛൻ പറയുമെങ്കിലും അതൊന്നും കുഴപ്പമില്ലെന്നാണ് അവള് പറയുക. അവള് പോകാൻ ഇറങ്ങുമ്പോൾ അച്ഛൻ അവളെ തിരിച്ചു വിളിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത് കെയർഫുൾ ആയി പോയിട്ട് വരാൻ പറയും. അവൾ അവളുടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അബി എന്നൊരാൾ ലിഫ്റ്റ് ചോദിക്കും. എന്നാൽ സ്ട്രേഞ്ചേഴ്സിനെ കാറിൽ കയറ്റാൻ താല്പര്യമില്ലാത്ത അവള് കാർ നിർത്താതെ പോകുമ്പോൾ അബിയും കാറിന് പുറകെയോടി അവളുടെ മുന്നിലെത്തും. സോ സീതയും കാർ സ്റ്റോപ്പ് ചെയ്യും. മധുരയ്ക്ക് ലിഫ്റ്റ് തരാമോ എന്ന് അബി ചോദിക്കുമ്പോൾ താല്പര്യമില്ലെന്നാണ് അവള് പറയുക. അബി വളരെ കെഞ്ചി ചോദിക്കുന്നത് കൊണ്ട് അവന്റെ ആധാർ കാർഡ്, പാസ്പോർട്ട് ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷം കാറിൽ കയറ്റുന്നു. ഇത് കൂടാതെ മറ്റു ചില കണ്ടീഷൻസും അവള് വെക്കുന്നുണ്ട്. അതായത് ആര് നിന്നെ വിളിച്ചാലും അഥവാ നീ ആരെയെങ്കിലും വിളിച്ചാലും ഫോൺ സ്പീക്കറിലിട്ട് മാത്രമേ സംസാരിക്കാവൂ. അവളുടെ കണ്ടീഷൻസ് എല്ലാം അബിയും സമ്മതിക്കും. അബി അവളോട് നന്നായി സംസാരിക്കുമെങ്കിലും സീത അവൻ പറയുന്നത് കേൾക്കുകയല്ലാതെ മറുപടി ഒന്നും പറയാൻ കൂട്ടാക്കില്ല. സീതയുടെ ഫ്രണ്ട് അവൾക്ക് കോൾ ചെയ്യുമ്പോൾ അബിയെ പറ്റി സീത അവളോട് പറയും. എന്നാൽ ഊരും പേരും അറിയാത്തവനെയൊക്കെ വണ്ടിയിൽ കയറ്റിയത് എന്തിനാണ്? അവനെ പെട്ടെന്ന് ഇറക്കി വിടാനും ഫ്രണ്ട് പറയുന്നു. എടി, വലിയ പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നില്ല, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞാണ് സീത കോൾ കട്ട് ചെയ്യുന്നത്. അവരങ്ങനെ ട്രാവൽ ചെയ്യുന്നതിനിടയിൽ ചായ കുടിക്കാനായി ചെറിയൊരു ടീ ഷോപ്പിൽ ഇറങ്ങുന്നുണ്ട്. ഒരു അമ്മയും അവരുടെ മകൻ ശിവയും മരുമകൾ പാർവതിയുമാണ് ആ കട നടത്തിയിരുന്നത്. ഇന്നെന്റെ ശിവയുടെയും പാർവതിയുടെയും വിവാഹ വാർഷികമാണെന്ന് പറഞ്ഞ സന്തോഷത്തോടെ ആ അമ്മ അവർക്ക് സ്വീറ്റ്സ് നൽകുന്നുണ്ട്. എന്നാൽ ഈ ശിവയും പാർവതിയും അകത്ത് ചെറിയ വഴക്കിലാണ്. ടീ ഷോപ്പിൽ വന്ന പെൺകുട്ടികളുടെ മുൻപിൽ ശിവ കൊഞ്ചിക്കൊഴഞ്ഞ് നിന്നെന്ന് പാർവതി പറയുമ്പോൾ, എടി, കസ്റ്റമറെ കിട്ടണമെങ്കിൽ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചിരിച്ച് ഇടപഴകണമെന്ന് ശിവ പറയും. നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമുക്ക് പണം സമ്പാദിക്കണമെന്ന് ശിവ പറയുമ്പോൾ, നമ്മുടെ സമാധാനം കളഞ്ഞ് എന്തിനു പണം സമ്പാദിക്കണം? നിനക്ക് പണമാണ് വേണ്ടതെങ്കിൽ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ് മേടിച്ചു തരാമെന്നും പാർവതി പറയും. അങ്ങേരുടെ ക്യാഷ് മേടി, ഞാൻ പിച്ചക്കാരനല്ലെന്നുമൊക്കെ പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നു. ഈ സമയത്തായിരുന്നു സീതയും അബിയും ആ ടീ ഷോപ്പിൽ എത്തുന്നത്. സന്തോഷത്തോടെ കോഫിയും കുടിച്ച് വീണ്ടും അവർ യാത്ര തുടരും. യാത്രക്കിടയിൽ അബി സ്പീക്കർ ഓൺ ആക്കാതെ ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് തന്റെ കണ്ടീഷൻ ബ്രേക്ക് ചെയ്തതിന്റെ ദേഷ്യത്തിൽ സീത അവനെ വഴിയിൽ ഇറക്കി വിടാൻ തുടങ്ങും. അയ്യോ സോറി മാം, അതെന്റെ വല്യച്ഛനോടാണ് ഞാൻ സംസാരിച്ചതെന്ന് പറഞ്ഞ് അബി അവളെ കൺവിൻസ് ചെയ്യും. അബി തന്റെ വല്യച്ഛനെ കുറിച്ച് അവളോട് പറയുന്നുണ്ട്. നാട്ടിലെ നല്ല റെസ്പെക്ട് ഉള്ള ഫാമിലിയാണ് എന്റേത്. എന്റെ വല്യച്ഛന്റെ പേര് അനുബന്ധാചാരി. ഞങ്ങളുടെ ഗ്രാമവും തൊട്ടടുത്ത ഗ്രാമവും തമ്മിൽ എപ്പോഴും അടിയാണ്. ഈ ഗ്രാമങ്ങൾക്ക് നടുവിൽ ഒരു ദേവീ ക്ഷേത്രമുണ്ട്. 20 വർഷത്തിൽ ഒരിക്കലേ ഈ ക്ഷേത്രം തുറക്കാറുള്ളൂ. അന്നേ ദിവസം ഈ ക്ഷേത്രവാതിൽ ഏത് ഗ്രാമം തുറക്കുമെന്ന് പറഞ്ഞ് അന്ന് വെട്ടും കുത്തുമായിരിക്കും. ആ ബഹുമതി തങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞ് രാമപുരത്തുകാർ ഒരു വശത്തും, എന്നാൽ ഞങ്ങൾക്ക് കിട്ടണമെന്ന വാശിയിൽ ഞങ്ങളുടെ ഗ്രാമമായ സീതാപുരം മറുവശത്തും. അങ്ങനെ കൊലവിളി നടക്കുന്ന സമയത്ത് ചീറ്റപ്പുലി പോലെ എന്റെ മുത്തച്ഛൻ അങ്ങോട്ട് ചെല്ലും. ഒരു 100 കൊല്ലമായി ഇതിന്റെ പേരിൽ ഇവിടെ വെട്ടും കുത്തും നടക്കാൻ തുടങ്ങിയിട്ട്. കാരണവന്മാര് ചെയ്തതൊക്കെ നമ്മളും കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ വെട്ടിച്ചാവുന്ന പോലെ നമ്മുടെ മക്കളും നാളെ അന്യോന്യം വെട്ടിച്ചാകും. എനിക്ക് സ്വന്തമായുള്ള 100 ഏക്കർ സ്ഥലത്ത് നിന്ന് 10 ഏക്കർ സ്ഥലം ഞാൻ ഈ 2 ഗ്രാമങ്ങൾക്കും നൽകാം. അതിൽ ഞാനൊരു സ്കൂളും പണിതു തരാം. നമ്മുടെ 2 ഗ്രാമത്തിലെയും കുട്ടികൾ അവിടെ പഠിച്ചു വളരട്ടെ എന്നും പഠിപ്പുണ്ടെങ്കിലേ മനുഷ്യനാകൂ എന്നും മുത്തച്ഛൻ പറയും. ഇത് കേട്ട് ആ 2 ഗ്രാമങ്ങളും തമ്മിലുള്ള കലഹമൊക്കെ മറന്ന് 2 ഗ്രാമങ്ങളും ഒരുമിച്ച് ക്ഷേത്രവാതിൽ തുറന്ന ഉത്സവം കൊണ്ടാടാൻ തീരുമാനിക്കും. 2 ദേശങ്ങൾ തമ്മിലുള്ള കലഹം തീർത്തവനാണ് എന്റെ മുത്തച്ഛൻ എന്നും അബി സീതയോട് പറയും. അവന്റെ ഫാമിലിയിൽ സീത ഇംപ്രസ്ഡ് ആകുന്നുണ്ട്. അവർ വരുന്ന വഴി സംസാരിക്കാൻ പറ്റാത്ത കുറെ സ്കൂൾ കുട്ടികളെ കാണുന്നു. അവരോട് സീത സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുന്നത്
കണ്ട് സൈൻ ലാംഗ്വേജ് എങ്ങനെയാണ് പഠിച്ചതെന്ന് അബി ചോദിക്കുന്നുണ്ട്. പോകുന്ന വഴി സിഗ്നലിൽ കാർ സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് ഗിരി എന്ന ഒരു വലിയ റൗഡിയുടെ വണ്ടി അവർക്ക് മുൻപിലായി കൊണ്ടുവന്ന് നിർത്തുക. അവളുടെ കാറിന്റെ മുൻപിലായി ഗിരി വണ്ടി നിർത്തുന്നതിനാൽ സീത ദേഷ്യപ്പെട്ടുകൊണ്ട് ഇവനൊന്നും കോമൺ സെൻസ് ഇല്ല ഇഡിയറ്റ് എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഗിരി ഇറങ്ങി വന്ന് തൊട്ടടുത്തായി നിർത്തിയിട്ടിരുന്ന ഒരു കാറിലുണ്ടായിരുന്ന XMLAയുടെ കൈ ഓടിക്കുന്നുണ്ട്. ഇത് കണ്ട് സീതയും നന്നായി പേടിക്കുന്നു. തിരിച്ചു പോകുമ്പോൾ സീതയ്ക്കും ഒരു വാർണിംഗ് നൽകിയിട്ടാണ് ഗിരി അവിടെ നിന്ന് പോകുക. അവിടെ നിന്നും വീണ്ടും അവർ യാത്ര തുടങ്ങും. അങ്ങനെ പോകുന്ന വഴിയിലാണ് ഫ്രൂട്ട്സ് വിൽക്കുന്ന ജനനി എന്ന പെൺകുട്ടിയെ കാണുകയും അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് അവർ മേടിക്കുകയും ചെയ്യുന്നത്. 50 രൂപയ്ക്ക് ചേഞ്ച് ഇല്ലാത്തതിനാൽ 500 രൂപയാണ് കൊടുക്കുന്നത്. എന്നാൽ ജനനിയുടെ കയ്യിലും ചേഞ്ച് ഉണ്ടായിരുന്നില്ല. ബാലൻസ് ക്യാഷ് നീ വെച്ചോളൂ എന്ന് സീത പറയുമെങ്കിലും അത് വേണ്ട, ഈ വഴി നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ക്യാഷ് തന്നാൽ മതിയെന്ന് പറഞ്ഞ് ജനനി ആ ഫ്രൂട്ട്സ് അവർക്ക് കൊടുക്കും. അവിടെ നിന്നും അവർ പോകുന്നതിനിടയിൽ ഒരു കുട്ടി വളർന്ന പശു അവരുടെ കാറിന് മുന്നിൽ ചാടുന്നു. വാഹനങ്ങൾ പോകുന്ന റോഡിൽ കൂടി പശുവിനെ അഴിച്ചുവിട്ടാൽ പല അപകടങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞ് സീത ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നു. ആ കുട്ടിയും അവളോട് ക്ഷമ ചോദിക്കും. ദേഷ്യം നിങ്ങളുടെ മുഖത്തിന് ചേരില്ല, ചിരിക്കാനും ആ കുട്ടി അവളോട് പറയുന്നുണ്ട്. അവിടെ നിന്നും വീണ്ടും അവർ യാത്ര തുടങ്ങി അബിയുടെ നാടായ സീതാപുരത്തെത്തും. സീതയുടെ ഒപ്പമുണ്ടായിരുന്ന യാത്രയിൽ അബി അത്രയും ഹാപ്പി ആയിരുന്നതിനാൽ ഇറങ്ങേണ്ട സ്ഥലമായിട്ടും കുറച്ച് മടിച്ചാണ് അവൻ സീതയോട് ബൈ പറഞ്ഞ് കാറിൽ നിന്നും ഇറങ്ങുന്നത്. സീതയുടെ നമ്പർ അബി ചോദിക്കുമെങ്കിലും എന്റെ നമ്പർ തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നാണ് സീത പറയുക. എന്നാൽ അബിയുടെ പാസ്പോർട്ട് കാറിനുള്ളിൽ വീണു പോയിരുന്നു. ഇതവൻ മനഃപൂർവ്വം ചെയ്തതായിരുന്നു. അങ്ങനെ സീത മധുരയിൽ നടക്കുന്ന പ്രോഗ്രാമിൽ എത്തും. അവള് വരുന്ന വഴിയിൽ പലരെയും കണ്ടുമുട്ടുകയും അവരുമായി ഇടപഴകുകയും ചെയ്യുന്നതിനാൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സീത അവിടെ എത്തിയത്. കാറിൽ നിന്നും ഇറങ്ങിയ സീത മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായി. ആ ബിൽഡിംഗ് മുഴുവനായും തീ പിടിച്ച് ആളി കത്താൻ തുടങ്ങും. ബിൽഡിംഗിന് ചുറ്റും ഉണ്ടായിരുന്നവർ ചിന്നി ചിതറി പല വഴിക്കോടും. സീതയും ഓടി വന്ന് അവളുടെ കാറിന് പിന്നിലായി ഇരിക്കും. ആ ഫയർ ആക്സിഡന്റിൽ നിന്നും രക്ഷപ്പെട്ടെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. ഈ ഫയർ ആക്സിഡന്റിനെ പറ്റി ന്യൂസിൽ കണ്ടതും ടെൻഷനോടെ സീതയുടെ അച്ഛൻ അവളെ വിളിക്കും. നീ സേഫ് ആയിട്ടിരിക്കുക, ഞാൻ ഉടനെ വരാമെന്ന് അച്ഛൻ പറയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല ഡാഡ്, ഞാനൊരു 20 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ആക്സിഡന്റിൽ നിന്നും രക്ഷപ്പെട്ടത്. ഒരു മറുജന്മം കിട്ടിയതുപോലെ. എന്റെ ഈ യാത്രയിൽ ഞാൻ ലേറ്റ് ആകാൻ കാരണക്കാരായ ഒരുപാട് പേരുണ്ട്. അവരെയെല്ലാം വീണ്ടും കണ്ട് എനിക്ക് നന്ദി പറയണം. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊള്ളാമെന്നും സീത പറയും. ഇത് കേട്ട് സന്തോഷത്തോടെ അവളുടെ അച്ഛനും അതിന് സമ്മതിക്കും. അന്നേ ദിവസം അവൾ കണ്ടുമുട്ടിയ എല്ലാവരും അവളുടെ മനസ്സിൽ മിന്നിമറിയും. അതിലാദ്യം അബിയാണ് അവൾ കണ്ടത്. സോ ആദ്യം അബിയുടെ അടുത്തേക്ക് തന്നെ സീത പോകും. അവിടെ അബിയുടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയമായിരുന്നു. സീത അബിയുടെ വീട്ടിലെത്തി അവന്റെ മുത്തച്ഛനെയും ഫാമിലിയെയും പരിചയപ്പെടുകയും സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. സീത തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അത് കഴിഞ്ഞ് പോയാൽ മതിയെന്ന് അബിയുടെ മുത്തച്ഛൻ പറയും. സോ അവളും 2 ദിവസം അബിയുടെ വീട്ടിൽ അവന്റെ ഫാമിലിയോടൊപ്പം നിൽക്കുന്നുണ്ട്. ഉത്സവമൊക്കെ ആഘോഷിച്ച് തിരിച്ചു പോകുമ്പോൾ അബിയും അവൾക്കൊപ്പം കൂടുന്നു. പോകുന്ന വഴി അബിയുടെ ഫ്രണ്ട് അബിക്ക് കോൾ ചെയ്ത് എടാ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, അവളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മെസ്സേജ് അയക്കാനായി പറഞ്ഞു തരാനും പറയും. ഓൾറെഡി സീതയോട് അബിക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. സോ സീതയോട് എന്ന പോലെ അബി തന്റെ ഫ്രണ്ടിന് അവന്റെ ഗേൾ ഫ്രണ്ടിനെ ഇംപ്രസ് ചെയ്യുന്നത് പോലെ സംസാരിക്കും. ഇതിലൂടെ അബിക്ക് തന്നെ ഇഷ്ടമാണെന്ന് സീതയും മനസ്സിലാക്കും. ജനനി ഫ്രൂട്ട്സ് വിൽക്കുന്നിടമെത്തുമ്പോൾ അവിടെ ഇറങ്ങി അബിയും സീതയും അവളെ തിരയുന്നുണ്ട്. അടുത്തുള്ള ഷോപ്പിൽ അവർ ജനനിയെ കുറിച്ച് തിരക്കുമ്പോൾ മുന്നിലായി പോയ ഒരു കാർ ചൂണ്ടിക്കാണിച്ച് അവൾ അതിൽ കയറിപ്പോയെന്നാണ് അവര് പറയുക. ആക്ച്വലി ആ കാറിലുള്ളവർ അവളെ പിടിച്ചുകൊണ്ടു പോകുകയാണ്. ഉടനെ അബി ആ കാറിനെ ഫോളോ ചെയ്യും. വളരെ സാഹസികമായി അവരെ ട്രേസ് ചെയ്ത് അബി ജനനിയെ തട്ടിക്കൊണ്ടുപോയ കാറ് തടഞ്ഞു നിർത്തും. എന്നെ രക്ഷിക്കണം, ഫ്രൂട്ട്സ് വാങ്ങാനെന്ന വ്യാജേനെ എന്നെ വലിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നെന്ന് ജനനി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇത് കേട്ട അബിയും അവരെയെല്ലാം നല്ല രീതിയിൽ അടിച്ച് സൈഡാക്കും. സീത പോലീസിനെ വിളിക്കുന്നുണ്ട്. ആ വന്നവരെ MLAയുടെ സഹോദരനായതുകൊണ്ട് ഇത് വലിയ വാർത്തയാകുന്നു. പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നതായിരുന്നു അവരുടെ മെയിൻ ബിസിനസ്. ജനനിയെ രക്ഷപ്പെടുത്തിയ അബിയുടെയും സീതയുടെയും ഫോട്ടോ ആരോ ഫോണിലെടുത്ത് അത് MLAക്ക് അയച്ചു കൊടുക്കും. അവർ അടുത്തതായി പോകുന്നത് വഴിയിൽ തന്റെ പശുക്കുട്ടിയുമായി നിന്ന് ആ കുട്ടിയുടെ അടുത്തേക്കാണ്. അവനോട് നന്ദി പറയാൻ സീത ചെല്ലുമ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് തന്റെ പശുവിനെ ആരോ കടത്തിക്കൊണ്ടു പോയെന്ന് പറയും. അവിടുത്തെ ചില ഗുണ്ടകൾ ഒറ്റയ്ക്ക് മെയ്യുന്ന പശുവിനെ പിടിച്ചുകൊണ്ടു പോകുമത്രേ. അവരാണ് എന്റെ പശുവിനെയും കൊണ്ടുപോയതെന്ന് കരഞ്ഞുകൊണ്ട് ആ കുട്ടി പറയും. അവിടെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് സീനിൽ MLA അബിയുടെയും സീതയുടെയും ഫോട്ടോ ഗിരിക്ക് അയച്ചു കൊടുത്ത് എന്റെ
ബ്രദർ പോലീസ് കസ്റ്റഡിയിലാക്കാൻ ഇവരാണ് കാരണക്കാർ. സോ എനിക്ക് വേണ്ടി അവരെ കൊല്ലണമെന്നും പറയുന്നു. കറക്റ്റ് ഈ സമയത്താണ് ഗിരിയോട് താങ്ക്സ് പറയാൻ സീതയും അഭിയും അവിടെ എത്തുക. അന്ന് വഴിയിൽ വെച്ച് നിങ്ങൾ എന്നെ സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവില്ലായിരുന്നു. അതിന് താങ്ക്സ് പറഞ്ഞ് സ്വീറ്റ്സും അവൾ ഗിരിക്ക് നൽകും. ഗിരിക്കും ആദ്യമായി ഇത് കേട്ട് ഇമോഷണലായി ഫീൽ ആകുന്നുണ്ട്. അവർ പോയതിനു ശേഷം ഇതുപോലെ നമ്മളും എത്ര പേരോട് താങ്ക്സ് പറയണം, എത്ര പേരോട് സോറി പറയണമെന്നൊക്കെ ഇമോഷണലായി ഗിരി തന്റെ ഫ്രണ്ടിനോട് പറയുന്നു. എല്ലാം നിർത്താൻ ഗിരി തീരുമാനിക്കും. അവർ രണ്ടുപേരും ഗിരിയുടെ വീട്ടിലാണ് എത്തിയതെന്നറിഞ്ഞ് MLA വിളിച്ച് അവർ നിന്റെ വീട്ടിലെത്തിയിട്ടും അവരെ കൊല്ലാതിരുന്നത് എന്താണെന്ന് ചോദിക്കും. അവരെ വിട്ടേക്കാൻ വളരെ ദേഷ്യത്തോടെ ഗിരി പറയുമ്പോൾ അവരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്യും. എന്നാൽ ഗിരി നേരെ MLAയുടെ അടുത്തെത്തി അയാളെയും അയാളുടെ ആളുകളെയെല്ലാം അടിച്ചൊതുക്കി MLAയും അടിച്ച് കൊല്ലാറാക്കി. കൊല ചെയ്യുന്നത് എനിക്ക് പുത്തരിയല്ല, പക്ഷെ ഞാൻ എല്ലാം നിർത്തി. നീയും എല്ലാം ഇവിടം കൊണ്ട് നിർത്തിക്കണമെന്നും ഇനി ആരെങ്കിലും അഭിയുടെയോ സീതയുടെയോ പുറകെ പോയാൽ ഞാൻ അവസാനമായി എടുക്കുന്ന തല നിന്റെയാകുമെന്നും വാണിംഗ് നൽകിയാണ് അവിടെ നിന്നും പോകുന്നത്. സീതയും അഭിയും അടുത്തതായി പോകുന്നത് ആ സംസാരിക്കാൻ കഴിയാത്ത സ്കൂൾ കുട്ടികളുടെ അടുത്തേക്കാണ്. അവർക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ നൽകി സീത അവളുടെ സന്തോഷം പങ്കുവെക്കും. നീ നന്നായി സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുന്നുണ്ട്, എന്നോടും എന്തെങ്കിലും പറയാൻ അഭി പറയുമ്പോൾ സീതയ്ക്ക് അവനെയും ഇഷ്ടമാണെന്ന് അവൾ സൈൻ ലാംഗ്വേജിൽ പറയുന്നു. എന്നാൽ അത് അഭിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ സീൻ കട്ട് ചെയ്ത് ധാരാളം പശുക്കളെ ഒരു ലോറിയിലാക്കി രണ്ടുപേർ ചേർന്ന് കടത്തിക്കൊണ്ടു പോകുന്നതാണ് കാണിക്കുന്നത്. അവിടേക്ക് പവൻ എന്നൊരാൾ എത്തുകയും ലോറി തടഞ്ഞു നിർത്തി അവരെ അടിച്ചു നിരത്തി ആ പശുക്കളെ പവൻ അഴിച്ചുവിടുന്നു. അതിൽ ആ കുട്ടിയുടെ കാണാതെ പോയ പശുവും ഉണ്ടായിരുന്നു. തന്റെ പശുവിനെ തിരിച്ചു കിട്ടിയതിൽ ആ കുട്ടിയും ഹാപ്പിയാകും. ആ കുട്ടി തന്റെ പശുവിനെ കിട്ടിയ കാര്യം അഭിയോട് ഫോൺ വിളിച്ച് പറയും. നീ പവന്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ അഭി പറയും. നീ ഇത് ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നെന്നും അഭി പറയും. അഭിയുടെ ഫ്രണ്ട് ആയിരുന്നു ഈ പവൻ. അഭിയാണ് പവനെ ഈ മാടുകടത്തുകാരെ പിടിക്കാനായി ഏൽപ്പിച്ചത് തന്നെ. അടുത്തതായി അവർ പോകുന്നത് ടീ കുടിക്കാനായി അവർ കയറിയ ടീ ഷോപ്പിലേക്കാണ്. അവിടെ എത്തി സീത സ്വീറ്റ്സ് കൊടുക്കുമ്പോൾ വളരെ സങ്കടത്തോടെ ആ അമ്മ, നിങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പോൾ എന്റെ മകന്റെയും മകളുടെയും കല്യാണ വാർഷികമാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിങ്ങൾക്ക് ഞാൻ സ്വീറ്റ്സ് നൽകി. എന്നാൽ ആ സന്തോഷം ഇന്ന് അവസാനിക്കാൻ പോകുന്നു. എന്റെ മരുമകൾ അവളുടെ വീട്ടിലേക്ക് മടങ്ങി പോകുകയാണെന്നും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞ് ആ അമ്മ പൊട്ടിക്കരയും. അവർ പിരിയാൻ തീരുമാനിച്ചെന്നും അവളെ അവൻ അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോകുകയാണെന്നും അമ്മ പറയുന്നു. അവരെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തോളാമെന്ന് പറഞ്ഞ് ശിവയെയും പാർവതിയെയും അഭിയും സീതയും കാറിൽ കയറ്റും. അവരുടെ മുൻപിൽ അഭിയും സീതയും ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെയാണ് പെരുമാറുക. എനിക്ക് പ്രായമായാൽ നീ എന്നെ ഉപേക്ഷിക്കുമോ എന്ന് അഭി ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്നെ നന്നായി നോക്കിയാൽ നിനക്ക് പ്രായമായാലും നിന്നെയും ഞാൻ നന്നായി നോക്കുമെന്നാണ് സീത പറയുന്നത്. ശിവയും പാർവതിയും കേൾക്കാനായിട്ടാണ് അവരിങ്ങനെ ബിഹേവ് ചെയ്യുക. കോളേജിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഇഷ്ടത്തിലായതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാനിപ്പുലേറ്റർ സ്റ്റോറി അവർ ശിവയും പാർവതിയും കേൾക്കാനായി പറയും. കോളേജിൽ വെച്ച് ഇഷ്ടത്തിലാക്കുന്ന അഭിയും സീതയും. സീത അവളുടെ അച്ഛനെ പരിചയപ്പെടുത്താനായി അഭിയെ വിളിക്കുന്നു. എന്നാൽ പറഞ്ഞ സമയത്ത് അഭി എത്താത്തതിനാൽ സീതയുടെ അച്ഛൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകും. എന്നാൽ ഈ സമയം അഭി ആകട്ടെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിലെത്തിയ ഒരു പേഷ്യന്റിന് ബ്ലഡ് കൊടുക്കുകയായിരുന്നു. ഇതേ ചൊല്ലി രണ്ടുപേരും തമ്മിൽ നന്നായി വഴക്കിടുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് സീത ചൂടായി സംസാരിച്ചതിന് അവൾ ക്ലാസ് റൂമിലെത്തി എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ അഭിയോട് സോറി പറയും. അഭിയും അവളോട് സോറി പറയും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയും മനസ്സിൽ ഈഗോ ഇല്ലാതെ അന്യോന്യം സോറി പറയുകയും ഒക്കെ ചെയ്യുന്നു. ഈ കഥകളൊക്കെ കേട്ട് ശിവയും പാർവതിയും അവരുടെ ലൈഫ് തന്നെയാണ് അവിടെ കണ്ടത്. സോ അവർ സോറി പറഞ്ഞ് വീണ്ടും ഒന്നാകുന്നു. ഈ കഥയിൽ അഭിയും സീതയും വിവാഹം കഴിച്ചതിന് ശേഷം അവർക്ക് 2 ആൺമക്കൾ ഉണ്ടായെന്നുകൂടി അഭി പറയുന്നുണ്ട്. എന്റെ ആദ്യത്തെ കുട്ടി ജനിച്ച സമയം എന്റെ മകന്റെ മുഖം പോലും കാണാതെ ഞാൻ ആദ്യം ഓടിച്ചെന്നത് സീതയുടെ അടുത്തേക്കാണ്. അവളുടെ ആ മുഖം എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ മറക്കില്ലെന്നും അഭി പറയും. ആ നിമിഷം മുതൽ എനിക്ക് അവളോടുള്ള സ്നേഹം 1000 മടങ്ങ് വർദ്ധിച്ചെന്നും അഭി പറയുന്നു. അഭിയുടെ ഈ വാക്കുകൾ ശരിക്കും ശിവയെയും പാർവതിയെക്കാളും സീതയെയാണ് ഇമോഷണൽ ആക്കുക. ശിവയെയും പാർവതിയെയും അവർ തിരിച്ച് ശിവയുടെ വീട്ടിൽ തന്നെ കൊണ്ടുചെന്നാക്കും. അവിടെ നിന്നും എല്ലാവരോടും താങ്ക്സ് പറഞ്ഞ് സീതയും അഭിയും സീതയുടെ വീട്ടിലെത്തും. അവളുടെ വരവ് അവളുടെ അച്ഛൻ ഒരു ഹാപ്പി മൊമെന്റ് ആക്കും. അഭിയെയും അച്ഛൻ അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അഭിയും അവളുടെ ബൈ പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചു പോകും. അഭി പോയതിനു ശേഷം അഭിയെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് അവൾക്കുള്ളത്. ഇതിലൂടെ അവൾക്ക് ആരെയോ ഇഷ്ടമാണെന്ന് അവളുടെ അച്ഛനും മനസ്സിലാക്കും. സീത അഭിയെ തനിക്ക് ഇഷ്ടമാണെന്ന കാര്യം അവളുടെ ഫ്രണ്ടിനോട് പറയുന്നു. അഭിയുടെ ഫോട്ടോസ് സീത അവൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവനെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്, എന്റെ കല്യാണത്തിന് ഇവൻ വന്നിരുന്നെന്ന് പറഞ്ഞ് ഫ്രണ്ട് കല്യാണ ഫോട്ടോ സീതയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിൽ അഭിയും സീതയുടെ അച്ഛനും ചിരിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ് ഉണ്ടായിരുന്നത്. ഈ ഫോട്ടോ കണ്ട് സീത ആകെ ടെൻഷനിലാകും. കാരണം ഇവർ തമ്മിൽ മുൻപ് പരിചയം
പരിചയമുണ്ടായിരുന്നെന്ന് അഭിയും പറഞ്ഞിട്ടില്ല, സീതയുടെ അച്ഛനും പറഞ്ഞിരുന്നില്ല. ഈ ഫോട്ടോ സീത അവളുടെ അച്ഛനെ കാണിച്ച് അച്ഛന് മുൻപ് അഭിയെ പരിചയമുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഇപ്പോഴാണ് ആ വലിയ സത്യം അച്ഛൻ സീതയോട് തുറന്നു പറയുന്നത്. അഭി ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറാണ്. സീത വിവാഹം കഴിക്കാതിരിക്കുന്നതിനാൽ ഇതിനൊരു സൊല്യൂഷന് വേണ്ടിയായിരുന്നു സീതയുടെ അച്ഛൻ അഭിയെ മീറ്റ് ചെയ്യാൻ എത്തിയത്. നിങ്ങളുടെ മകളുടെ ശരിക്കുള്ള പ്രോബ്ലം എന്താണെന്ന് ഞാൻ കണ്ടെത്തി തരാമെന്ന് അഭി സീതയുടെ അച്ഛന് വാക്കുകൊടുക്കും. മധുരയ്ക്ക് അവൾ പോകുന്ന വിവരം അച്ഛനായിരുന്നു അഭിയെ വിളിച്ചറിയിച്ചതും. സീതയെക്കുറിച്ച് മനസ്സിലാക്കാനായിരുന്നു അഭിയും അവളുടെ ജേർണിയിൽ അവളോടൊപ്പം കൂടിയതും. ഇതൊക്കെ കേട്ട് സീത ആകെ വിഷമിക്കുന്നുണ്ട്. ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ അച്ഛന്റെ മരണശേഷം ഞാൻ തനിച്ചാകുമെന്ന പേടിയല്ലേ അച്ഛന്, അതേ പേടിയാണ് എനിക്കും. ഞാൻ വിവാഹം കഴിച്ചു പോയാൽ എന്റെ അച്ഛൻ തനിച്ചായി പോകുമെന്ന പേടിയാണ് എനിക്കുമുള്ളതെന്ന് സീത പറയും. എന്തൊക്കെ ആയാലും അഭിയെ മറക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. എങ്കിൽ നിന്റെ ഇഷ്ടം നീ അഭിയോട് തന്നെ തുറന്നു പറയാൻ സീതയുടെ ഫ്രണ്ട് പറയുമെങ്കിലും അഭി ഒരു പ്രൊഫഷണൽ ഡോക്ടറാണ്. സോ അഭിക്ക് എന്നോട് ഇഷ്ടമില്ലെങ്കിലോ അതെനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ലെന്ന് സീത പറയുന്നു. നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞ് ഫ്രണ്ട് അവളെ സമാധാനിപ്പിക്കാൻ ട്രൈ ചെയ്യും. അഭിയും അവളെ മാത്രമോത്ത് ആകെ സാഡ് മൂഡിലാണ്. സീതയുടെ ഫ്രണ്ട് സീതയുടെ അച്ഛന് കോൾ ചെയ്ത് അവൾ അഭിയെ സ്നേഹിക്കുന്നുണ്ടെന്നും എന്നാൽ അഭി അവളെ കൺസൾട്ട് ചെയ്യാൻ വന്ന ഡോക്ടർ ആയിരുന്നെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവൾ ആകെ അപ്സെറ്റ് ആയെന്നും പറയുന്നുണ്ട്. അഭി തന്നെ ഒരു പേഷ്യന്റായി മാത്രമേ കണ്ടിട്ടുണ്ടാകൂ എന്ന് പറഞ്ഞ് അവൾ വിഷമത്തിലാണെന്നും ഫ്രണ്ട് പറയും. അവളുടെ മൂഡ് മാറ്റാനായി മധുരയിലുള്ള ഫാം ഹൗസിലേക്ക് പോകാമെന്നും 10-15 ദിവസം അവിടെ നിൽക്കാമെന്നും പറഞ്ഞ് അച്ഛൻ സീതയുമായി അങ്ങോട്ടേക്ക് പോകും. ഇതായിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത്. ഈ സമയത്ത് അഭിയും സീതയെ നഷ്ടപ്പെടുമോ എന്ന പേടിയിലായിരുന്നു. അവനാകെ ദുഃഖത്തിലാണെന്ന് മനസ്സിലാക്കി അഭിയുടെ വല്യച്ഛൻ കാര്യം തിരക്കുമ്പോൾ സീതയെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയും. ഇത് കേട്ട് അവന്റെ ഫാമിലി മെമ്പേഴ്സ് വലിയ സന്തോഷത്തിലാകും. എന്നാൽ നടന്ന കാര്യങ്ങളെല്ലാം അഭി തുറന്നു പറയും. ഒരു ഡോക്ടറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ചെയ്തത്. ഇനി അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിക്കാൻ പറ്റില്ലെന്നും അഭി പറയും. ഡോക്ടർമാർക്ക് എന്താ മനസ്സില്ലേ, പ്രേമിക്കാൻ പറ്റില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കും. എനിക്ക് അവളുടെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും അവളുടെ മനസ്സിൽ ജീവിക്കുമെന്ന് അഭി പറയും. എന്നാൽ ഇതെല്ലാം കേട്ടാണ് സീതയും അവളുടെ അച്ഛനും ആ വീട്ടിലേക്ക് വരുന്നത്. അഭിയുടെ പാസ്പോർട്ട് സീതയുടെ കയ്യിലായിരുന്നല്ലോ. ഫാം ഹൗസിലേക്ക് പോകുന്ന വഴി ഇത് നമുക്ക് അഭിയെ ഏൽപ്പിക്കാമെന്ന് അച്ഛൻ സീതയോട് പറയും. അങ്ങനെയാണ് സീതയും അച്ഛനും അവിടെ എത്തുന്നത്. നിങ്ങളുടെ മകനെ നന്നായി വളർത്തിയിരിക്കുന്നു. എന്റെ സീതയ്ക്ക് ഇവനേക്കാൾ നല്ലൊരാളെ കിട്ടില്ലെന്നും സീതയുടെ അച്ഛൻ പറയുമ്പോൾ സന്തോഷത്തോടെ നിങ്ങളുടെ മരുമകനെ നിങ്ങൾ എടുത്തു, എന്നിട്ട് ഞങ്ങളുടെ മരുമകളെ തന്നേക്കാനും അഭിയുടെ വല്യച്ഛൻ പറയുന്നു. എന്നാൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടെന്ന് സീത പറയുമ്പോൾ ഈ കല്യാണം കഴിഞ്ഞാലും നിന്റെ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടാകും. ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് വരാനാണെങ്കിലും സമ്മതമെന്ന് അഭിയുടെ മുത്തച്ഛൻ പറയും. ഇത് കേട്ട് സീത വളരെ ഹാപ്പിയാകുന്നു. ഇത് തന്നെയായിരുന്നു സീതയുടെ റിക്വസ്റ്റും. ആക്ച്വലി സീതയുടെ അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം മുന്നേ തന്നെ അഭിയുടെ വല്യച്ഛനോട് പറഞ്ഞിരുന്നു. അവർ തന്നെയായിരുന്നു ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടതും അവരെ തമ്മിൽ ഒന്നിപ്പിച്ചതും. അവിടെ സീൻ കട്ട് ചെയ്ത് സീതയുടെ ജേർണിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും പങ്കെടുക്കുന്ന വലിയൊരു വിവാഹം നടക്കുന്നു, സീതയുടെയും അഭിയുടെയും. അങ്ങനെ അവർ തമ്മിൽ ഒന്നാകുന്നു. സീതയുടെയും അഭിയുടെയും വിവാഹം നടക്കുന്നതായി കാണിച്ചാണ് ഈ മൂവിയും അവസാനിക്കുന്നത്.